ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ഗ്രാമാസി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് വർഷമായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. സംഭവം വേറെ എവിടെയല്ല, മഹാരാഷ്ട്രയിലെ ഹരിഹർ ഫോർട്ട്. വേണ്ട, കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്നു ഈ സ്ഥലത്തൊന്ന് വരണം, ഇവിടെ വന്ന് ഇതിൻ്റെ മുകളിലൊരു കോട്ടയാണ് കേട്ടോ, അതിൻ്റെ മുകളിൽ കയറണമെന്നൊക്കെ ഒരുപാട് വർഷം കൊണ്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ മെയിൻ എൻട്രൻസ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആരെങ്കിലും കുടിവെള്ളമൊന്നും ഇല്ലാതെയാണ് നമ്മൾ കയറാൻ പോണത് ചേട്ടാ. അത് 3 കിലോമീറ്റർ. എന്താവും ഏതാവും ഒന്നും ഒരു പിടിയുമില്ല. അത്യാവശ്യം 90 ഡിഗ്രി ചരിവെന്നാണ് പറയണത്. കയറാൻ നല്ല പേടിയുള്ളവർ ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറയണത്. അത്രയ്ക്ക് റിസ്കി ആയിട്ടുള്ള അറ്റംപ്റ്റ് എന്നാണ് പറയണത്. എന്തായാലും നമുക്ക് നോക്കാം. മറ്റുള്ളവർ പറയും പോലെ അല്ല, നമ്മൾ വന്ന് കാണുന്നതില്ലല്ലേ കാര്യം. എന്തായാലും പോയി നോക്കാം. പോയി നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ കയറാൻ റിസ്ക്കാണ്. ഇപ്പോൾ തന്നെ അത്യാവശ്യം വലിഞ്ഞു പിടിച്ചൊക്കെയാണ് കയറുന്നത്. ആ 90 ഡിഗ്രി അല്ല 80 ഡിഗ്രി ചെരുവെന്നാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം ടയേർഡായി തുടങ്ങി, നല്ലപോലെ കിതയ്ക്കുന്നുണ്ട്. 4 കാലിലൊക്കെയാണ് കയറി പോണ. കാണും നമ്മൾ ഏകദേശം കാൽഭാഗം ആയില്ല. നമ്മളതിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് ദൂരം നമുക്ക് ഇത്തിരി കല്ലും മുള്ളൊക്കെ ആണെങ്കിലും അല്പം നിരന്ന പ്രദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടാണ് കുത്ത് കയറ്റം കിടക്കണത്. ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ ആ പാറയുടെ കുത്ത് കയറ്റമില്ലേ, അതാണ് നമ്മൾ കയറാൻ പോണത്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു വര പോലെ കാണുന്നില്ലേ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട. അതിൽ കവാടവും അകത്ത് പാറ തുരന്നാണ് ആ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അതിൽ കവാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമായിരിക്കും കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ. ഈ മൺസൂണിൽ വന്നു കഴിഞ്ഞാൽ, മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പും ഈ അതിൽ ഇങ്ങനെ വെള്ളമൊക്കെ അതിൽ നിന്ന് മുകളിൽ നെറ്റിട്ട് വീഴുന്നുകൊണ്ടിരിക്കുന്നു. ആ ഭയങ്കര രസമായിരിക്കും. പക്ഷേ നമുക്കെന്തായാലും അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പോൾ നല്ല വരൾച്ചയുള്ള കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കയറി നോക്കാം. അപ്പോഴേ നമ്മുടെ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. മഴ പെയ്യാണ്, നോക്കിയാണ്. അതിപ്പോൾ കണ്ടുകൂടാ, ഫുള്ള് മഞ്ഞിൽ മൂടി. ഒരു രക്ഷയില്ലടാ, ഫുള്ള് മഞ്ഞിൽ മൂടി. അത് മൺസൂൺ സമയത്ത് വരാൻ വേണ്ടി കോട വരുമെന്ന് പറഞ്ഞാൽ വരും. ഇജ്ജാതി വ്യൂ. ഒരു രക്ഷയില്ലടാ, സീന് സാധനം. സിംഗ ഒരു ഹായ് കാണിച്ചാണ്. ശരിക്കും കയറാനുള്ള വഴി നല്ല പാടുപിടിച്ച വഴിയാണ് കേട്ടോ.
നമ്മളിപ്പോൾ പകുതി പോലും എത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമുക്ക് കയറാനുള്ളത്. അതിൻ്റെ മുകളിൽ വേണ്ട, ഇത് അവിടെ ഒരു കവാടം കാണണ്ട, കവാടം അവിടെയാണ് നമുക്ക് കയറാനുള്ളത്. ഇതേ കണ്ട, ഇങ്ങനെ നിൽക്കുന്ന പാറയാ, അതിലാണ് ആ സ്റ്റെപ്പ് കുത്തി വെച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ കവാടം പറഞ്ഞത്. അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വഴിയാണ് കേട്ടോ വന്നത്. ഈ വഴിയാണ് വരാനുള്ളത്. സംഭവം ഇവിടെ എത്തിയപ്പം വഴിയില്ല ഇനി മുകളിലോട്ട്. നോക്ക്, ഇതിൻ്റെ മുകളിലാണ് നമുക്ക് കയറാനുള്ളത്. അതിൻ്റെ മുകളിൽ വഴി കാണാനില്ല. ഇനി ഇതിലിങ്ങനെ അള്ളിപ്പിടിച്ചൊക്കെ കയറണം. പടി പോലെ എന്തോ കൊത്തി വെച്ചിട്ടുണ്ട്. വരുന്നു അത്രയും കടമ്പ കടന്നു കേട്ടോ. അത്രയും കടമ്പ കടന്നിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി നോക്കിയാണ് മുകളിൽ, ഇത് അവിടെയാണ് ആ കോട്ടയുള്ളത്. അതുവരെ പോകണം. ഇതേ കണ്ടോ, പാറയിൽ സ്റ്റെപ്പ് കൊത്തി വെച്ചിങ്ങനെ കണ്ടോ. ഇതുവരെ എത്തിയേട്ടാ. ഇത് അവരൊക്കെ നോക്കി കയറി വരുന്നേ. ബാക്കിയും കൂടെ കയറാം. ഞാനൊരു കാര്യം പറയട്ടോ, എനിക്ക് കയറാൻ പേടിയില്ല, തിരിച്ചിറങ്ങാനാണ് പേടി. എനിക്ക് താഴോട്ട് നോക്കിയാണ്. കണ്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന കണ്ടാ. ഇപ്പം ഇത് പാറയിൽ കയറാൻ വേണ്ടി ഇവിടെ ഗ്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രിപ്പ് വെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തിരി ആശ്വാസമുണ്ട്. കുറച്ചകലെ മാത്രമേ ഉള്ളൂ. എവിടെ നിന്നാ കളിക്കണേന്നറിയാ. നമ്മളങ്ങനെ കവാടത്തിന്റെ തൊട്ടടുത്തെത്തിരിക്കുകയാണ് കേട്ടോ. തൊട്ടടുത്തെത്തി, കവാടത്തിന്റെ കോട്ടയുടെ തൊട്ടടുത്തെത്തിരിക്കുകയാണ്. നമ്മൾ കവാടത്തിലെത്തി, നമ്മൾ കോട്ടയിലെത്തി കേട്ടോ. അവർ താഴെ വരുന്നേ ഉള്ളൂ. എൻ്റെ ഒരു സംശയം കേട്ടോ, ആരാണാവോ ഈ കോട്ട പണിയതെന്ന്. അതും ഇത്രയും മുകളിൽ. അകത്ത് കയറുമ്പോൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ അകത്ത് കയറുമ്പോൾ വ്യൂ. താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്ക. നമുക്കെന്തായാലും കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകാം കേട്ടോ. വാതില് വാതിലുണ്ടോ? വാതിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ അകത്തോട്ട് പോയി നോക്കാം. നമുക്ക് തല കുനിച്ച് വേണം കേട്ടോ ഇതിലേ പോകാൻ. തല കുനിച്ച് നടക്കാൻ പറ്റുള്ളൂ. ഓക്കെയാണ്. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി, കൊക്ക. മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം തൊട്ടടുത്ത്. നമ്മളൊരു ബായിനെ കണ്ടു കേട്ടോ. പുള്ളിക്കാരൻ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് ഇതുവരെ വന്നതിനെക്കാട്ടി ഭയങ്കര റിസ്ക് എന്നാണ് പറയണത്. ഇത് പണിയെന്ന് സമ്മതിക്കുന്ന കേട്ടോ. കൈവരി സെറ്റപ്പിലൊക്കെയാണ് പാറേനെ കുത്തി വെച്ചിരിക്കണേണ്. അല്ല മുകളിലോട്ടുണ്ട്, മുകളിലോട്ടാണ് റിസ്ക് മൊത്തവും.
ഗോപ്രോ ഓഫായാ? അടിപൊളി. സ്റ്റോറി ഇടാൻ പോലില്ല തോന്നുന്നു. പേടിച്ചല്ല പേടിച്ചല്ല. എന്തിനാണ് ഞാനിവിടെ കാണട്ടെ. എന്താ കേറടാ, കേറി പോടാ. മേളോട്ടുള്ള കാഴ്ച ഉണ്ടോ? ഒരു ഗുഹയ്ക്കകത്തൂടെയാണ് കയറി പോകുള്ളത്. താഴോട്ടുള്ള നോക്കിയാണ് താഴോട്ടുള്ള കാഴ്ച. അയ്യോ അയ്യോ, സത്യമായിട്ടും ഇപ്പോഴാണ് കേട്ടോ ഇതിന് ഒരു സേഫ് സോണിലെത്തിയത്. ആ ഒരു റിസ്ക് മാറി കേട്ടോ. ഇനി കുഴപ്പമില്ല, ഇനി കുഴപ്പമില്ല. ഇനിയെ പേടിയില്ല കേട്ടോ. എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ ലഡാക്ക് ട്രിപ്പ് വന്നതിൽ ഒരു ട്രക്കിങ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അത് മാറി കിട്ടി, സെറ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് മൺസൂണിൽ വരിക. ഇല്ലെങ്കിൽ നമുക്കിതുപോലെ കിട്ടുകയാണെങ്കിൽ ലക്കിന് മഴ കിട്ടണം. വിഷയം ഒന്നും പറയാമല്ലോ അവനെ, സെറ്റാണ്. വർത്തായത് ഇപ്പോഴാണ് ട്രാവൽ. സത്യം സത്യം. കുറച്ചുകൂടെ മേലോട്ടുണ്ട്. വാ ഓ, നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും മുകളിൽ വ്യൂ എന്ന് പറഞ്ഞ സ്വർഗം എന്ന് പറഞ്ഞ ഇതാണ് മാമാ. അങ്ങോട്ടുണ്ട്. അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് അതാണ് കേട്ടോ എൻഡിങ് പോയിന്റ് എന്ന് തോന്നണം. അവിടെയാണ് ലാസ്റ്റ് എന്നാണ് തോന്നണം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും അതുവരെ പോകണം. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 വ്യൂ ആണ്. ഹൗ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. നമുക്കായിട്ട് പെയ്ത മഴയും തീർച്ചയായിട്ടും വന്നിരിക്കാനുള്ള സ്ഥലം. ഒരിക്കലെങ്കിലും വന്നിരിക്കണം, ഇല്ലെങ്കിൽ വൻ നഷ്ടമാണ്. സീരിയസ്ലി ലേ ട്രിപ്പ് പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരൊറ്റ സ്പോട്ടാണ് ലേ. എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം നമ്മൾ ലേ മാത്രം നിന്ന് കറങ്ങി. പക്ഷെ അവിടെ ഒന്നും ട്രക്ക് ചെയ്യാൻ പറ്റില്ല. വെർത്താണ് മോനെ. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ സീന് മോനെ. നോക്ക്, എങ്ങനെയുണ്ടാ? കണ്ടോ നീ? ഇതൊക്കെ നീ കാണിച്ചോടാ അവർക്ക്. നിങ്ങളിത് കാണോ? നമ്മളിതാ അവിടെയൊക്കെയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താഴെ കൊക്കയാണ്. നമ്മൾ ഏറ്റവും മുകളിലെത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. കണ്ട ആ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കണ. ഇതിൻ്റെ മുകളിൽ എന്തായാലും ഇത് ചെറിയൊരു ഇതാണ്. എന്തായാലും ഇതുവരെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറി നഷ്ടം കേട്ടോ. മുകളിൽ കയറി നമ്മൾ എൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കിയാണ്. ഒരു രക്ഷയില്ല. രണ്ടുപേര് കയറാൻ പെടുന്ന പാട് എന്താ. ഇനി എടുക്കാം. പേടിയുണ്ടോ? ഭയമുണ്ട്. ഇതാണ് 360.
അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹരിഹർ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പ്, ഏറ്റവും മുകളിൽ. ഇതിൻ്റെ മേളിൽ ഇനി ഇല്ല. നമ്മളിവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ പോകണം കേട്ടോ. പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അവിടെ നമുക്ക് പോകാം. അതായത് ഇതുപോലുള്ള സ്ഥലം ഇതിൻ്റെ അപ്പുറത്തുണ്ട്, അവിടെ നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും ടോപ്പിൽ വരെ നമ്മൾ പോയി. ഇനി തിരിച്ചിറങ്ങുന്ന വീഡിയോ ഏറ്റവും റിസ്ക് പിടിച്ച സംഭവമാണ് തിരിച്ചിറങ്ങുന്നത്. നല്ല പേടിപ്പിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങാൻ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ തിരിച്ചിറങ്ങാൻ. പിന്നെ സ്ലിപ്പാവാൻ നല്ല സാധ്യത കൂടുതലാണ്. എടാ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് വെക്കണം, പതിയെ വെക്കണം. കാല് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രമേ അടുത്ത കാലെടുത്ത് വെക്കാവേ. ഇത് സംഭവം ഇത് നിർമ്മിച്ചാണ് സംഭവിക്കണം കേട്ടോ. വെറും പണ്ട് ഈ ഉള്ളിയും അതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കേട്ടോ. എന്താ നമുക്ക് ഇതിലാണ് ഇറങ്ങിപ്പോളുള്ളത്. അതാണ് ഞാൻ ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞത്. ഇതിലാണ് ഇറങ്ങിപ്പോളുന്നത്. ഇതുവരെ ശരിക്കും സേഫാണ് കേട്ടോ. കാര്യം ഈ ഒരു തുരങ്കം പോലെ ഈ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുവരെ സേഫാണ്. പക്ഷേ ഇനി താഴോട്ട് ഓരോ സ്റ്റെപ്പ് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ റിസ്ക്കാണ്, ഹൈ റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും താഴോട്ടോ. ബാഗ് ഇരിക്കില്ലടാ. നമ്മൾ കയറി പോകുന്ന പോലെ അത്ര പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, വലിയ സീനില്ല. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് ഭാഗം ഇവിടെ നോക്കിയാൽ മാത്രം മതി. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് 4 കാര്യം യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ അത്രയും വേറെ കയറിയത് പകുതി എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല. പിന്നെ പകുതി കഴിഞ്ഞാൽ ഉണ്ടായിക്കാണ്. കുറച്ചുകൂടി വലിയ നീ എന്തായാലും കാണിക്കുന്നത് ഞാൻ അതുകൊണ്ട് മാത്രം അവൻ ആദ്യം ഇറങ്ങിയ ആളായിരുന്നു. പക്ഷെ നമുക്ക് മഴ കിട്ടിയതാണ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. ഇത്രയും ചൂട് സമയത്ത് ഇവിടെ നമ്മൾ കയറിയപ്പോഴത്തേന് മഴ കിട്ടിയതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്.
ഇപ്പോൾ നമ്മൾ ഭയങ്കര റിസ്ക്കുള്ള കടന്നെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നമ്മൾ അവർ കടന്നിട്ടില്ല. ശരിയാ. ഓ അത് തന്നെ, അതാണ് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ അടിക്കുന്നു രണ്ടായിട്ട് കേറുമ്പോ എന്ത് സുഖമായിരുന്നു. ഫസ്റ്റ് വലിയ കയറിപ്പോയാ പക്ഷേ കണ്ടാ ഞാനല്ലേ ഇറങ്ങാൻ നേരം എന്തോ പേടി ഉള്ളില്. പോയി പക്ഷേ ക്ലൈമറ്റ് എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. ഫസ്റ്റത്തെ കടമ്പ ഇനി കുറച്ച് പേര് എളുപ്പമാണ് കേട്ടോ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സൈഡ് വാള്, ആ സൈഡ് വാൾ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി സേഫാണ്. കണ്ടോ സോള അടിക്കുന്ന വെച്ച് മൈൻഡ് സെറ്റ് സത്യമായ ഭാഷയെ സംസാരിക്കുക. ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കും. കുഞ്ഞു കിടക്കാൻ പറ്റുള്ളൂ ഇവിടെ. ഈ കല്ലൊക്കെ പണ്ട് എങ്ങനെ കയറ്റി കാണുമെന്ന് തരും ഇതിൻ്റെ മുകളിൽ ആയിരിക്കും ചിലപ്പോൾ. ഇതാണ് നമ്മുടെ എന്തെങ്കിലും നമ്മൾ ഇതിൻ്റെ താഴോട്ടിറങ്ങാൻ പോവുകയാണ്. നല്ല റിസ്ക്കാണ്. ഇറങ്ങുന്നത് ഇച്ചിരി പാടാണ്. നമ്മൾ കയറി വരുന്ന കണക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഇച്ചിരി പാടാണ്. അമ്മമാരെ ഫസ്റ്റ് കയറി പോയ ഇറങ്ങും നോക്കി ഇങ്ങനെ എളുപ്പം അവൻ ഈസി ആയിട്ട് അവൻ ഇറങ്ങട്ടെ. അവൻ കംഫർട്ടായിട്ട് ഇറങ്ങട്ടെ. നല്ല ഓണായി കേട്ടോ. താഴെ ഇറങ്ങി നോക്ക്. സിംഗിന് പേടിച്ച് ഭ്രാന്തായി. സിംഗ് ഇറങ്ങി നോക്കിയ ഇല്ലടാ അറിയില്ല. കൺമുന്നിൽ കത്തുന്ന ഗോളം കൈത്തുമ്പിൽ അവിടെ നിന്ന് പറഞ്ഞേ. അവിടെ നിന്ന്
ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ പെട്ട്. ഈ സംഭവത്തിലാണ് ഞാൻ പിടിച്ചിറങ്ങുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞ എല്ലാ സ്റ്റെപ്പിലും അങ്ങനത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അത്ര ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റിസ്ക് ഇല്ല കേട്ടോ. എടാ സമയം ഇപ്പോൾ എത്രയായി? 6 കഴിഞ്ഞല്ലേ? 6 കഴിഞ്ഞെങ്കിലും സൂര്യൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ. വൈകുന്നേരം 6 മണി സൂര്യൻ നിൽക്കുന്ന നോക്കിയാണ്. ചുറ്റുമുള്ള ഒന്നും കണ്ടുകൂടാ, ഫുൾ കോട. എന്തിയാണെന്ന് നോക്കി ഇങ്ങനെ നോക്കടാ. വഴിയല്ലേ ഇത് വഴി വേണം. വഴിയല്ല അത്. അല്ല അതുവഴി വരട്ടെ. അതുവഴി വന്നാൽ എടാ, അതുവഴി ഇങ്ങനെ കയറിയോ? അതുവഴി പോയിട്ട് ഇങ്ങനെ വന്നാൽ മതി. ആ നീ എങ്ങനെയെങ്കിലും വാ. പേടിച്ചൊക്കെയാ വരുന്നത്. നിന്നോ ഗൈസ്, പേടിച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള പോകണം കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ ഏറെക്കുറെ പകുതി എത്തി. ഇനി ഫുള്ള് ഏകദേശം നിരപ്പാ. ഫുൾ കോടയാണ് കേട്ടോ, ഫുള്ള് ചുറ്റിനും കോട. ഇതെന്തോ കച്ചവടം എന്തോ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സീസൺ ബേസ് ടൈമിലായിരിക്കും ചിലപ്പോൾ. ലാസ്റ്റ് കയറിയ അതേ കണ്ടോ, അതേ ആ കോടി ഇതിൽ കാണാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ കയറിയത്. എന്താ ഇതാ ടോപ്പ്. എൻ്റെ കൂട്ടുകാരൻ കല്ലു ആയിക്കോട്ടെ. വീട്ടിലായിരിക്കുന്നു. ഞാൻ പിന്നെ ഫുൾ ഫ്രീ ആവും.
ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി കേട്ടോ. നമ്മൾ ഇത് വഴി മറന്നുപോയി എന്നല്ല, വഴി തെറ്റിപ്പോയി. വഴി തെറ്റി ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ കാട്ടിൻ്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി വെട്ടി സഞ്ചരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴാണൊന്ന് നേരായിട്ടുള്ളൊരു വഴി കണ്ടത്. ഈ വഴിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വന്ന വഴി ഇതേ അല്ല. പക്ഷേ എന്തായാലും പോയി നോക്കാം. ഇത് വനമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അല്ലടാ, ഇവിടെ പുലിയൊക്കെ ഉണ്ടോ? പുലിയുണ്ട്, താഴെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ പുലിയും ഇത് കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ. ആ അതെ കടുപ്പിച്ചില്ല. അങ്ങനെ നമ്മൾ ഹരിഹർ ഫോർട്ട് എന്നുള്ളൊരു ദൗത്യം നമ്മൾ പൂർത്തിയാക്കി തീർത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.